വർഷം ഈ ആശയത്തിലൊക്കെ ഊന്നി സമസ്ത ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇവിടെ വരെ എത്തി. ഇതിനിടയിൽ ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ സമസ്ത നേരിട്ടിട്ടുണ്ട്. അതുണ്ടാവുമല്ലോ, അതുണ്ടാവണമല്ലോ. ഒരു മികവുള്ള സംഘടന ആകുമ്പോൾ എപ്പോഴും മാങ്ങള്ള മാവിനിൽ ഏറുണ്ടാവുള്ളൂ. അപ്പം എന്നതുപോലെ ഒരു സംഘടന മികച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് അസൂയക്കാരുണ്ടാവും, അവരെ ആ മികവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെ ഇന്നും ഉണ്ട്, അത് എന്നും ഉണ്ടാവാം. അതൊരു ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണ ഒന്നാണത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയൂല. അപ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സമസ്ത ആദർശത്തിലൂന്നിയാണ് സമസ്തയുടെ പ്രയാണങ്ങൾ അത്രയും. ഈ ഒരു ആദർശം പറയരുത്, അല്ലെ സമസ്ത പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പലപ്പോഴും എതിർപ്പുകൾ സമസ്ത കേൾക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അങ്ങനെ ആർക്കും കയറിടാൻ പറ്റില്ലല്ലോ സമസ്തനെ. ആ വിഷയത്തിൽ എന്താണ് ജനങ്ങളോട്? സ്വതന്ത്ര സംഘടനയല്ലേ അത്, വേറെ ആരെങ്കിലും കയറിട്ട് പിടിച്ചു കൊണ്ടുപോകണ സംഘടന അല്ലല്ലോ. അതിനാർക്കെങ്കിലും നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ. സമസ്തക്ക് സമസ്തൻ്റെതായ തീരുമാനങ്ങളും അതിൻ്റെ നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ വെച്ചുകൊണ്ട് തീരുമാനിക്കപ്പെടും. അത് അതിൻ്റെ മറ്റുള്ള പോഷക സംഘടനകളൊക്കെ നടപ്പാക്കുകയും ചെയ്യും. എന്നതുപോലെ തന്നെ ആദർശം അന്ന് മുതലല്ല, ഈ സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെട്ട അന്ന് മുതൽ തന്നെ ആദർശം പറയലെടുത്തിട്ടുണ്ട്. അത് വിശുദ്ധമാവുന്ന ഇസ്ലാം ദീൻ ഇവിടെ വന്നന്ന് മുതൽ തന്നെ ആദർശമല്ലേ പറയണത്, അതിൻ്റെ തുടർച്ചയല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആദർശം ഇവിടെ എന്നും പറയും. ആദർശം പറയുന്നത് ആർക്കും എതിർക്കാനും പറ്റില്ല, ആർക്കും അതിനെ നിയന്ത്രിക്കാനും പറ്റില്ല. അതിന് ആരെങ്കിലും നിയന്ത്രിക്കപ്പെടേണ്ടതോ എതിർക്കപ്പെടേണ്ടതോ ഒന്നും തന്നെയല്ലോ. എതിർപ്പും നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ ആദർശം പറഞ്ഞതിനെ നിയന്ത്രിക്കപ്പെടാനോ അതിനെ എതിർക്കാനോ ആർക്കും സാധ്യമല്ലത്. കാരണം അത് സ്വതന്ത്രമായ ഒരു സംഘടന ഉണ്ട്. അത് വീണ്ടും കൂടുതൽ അതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ, പിന്നെന്തിനാ സംഘടന നിലകൊള്ളുന്നത്? സംഘടനൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാമതാണല്ലോ ആദർശവും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ സമസ്ത സംഘടന ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ആദർശം എന്നുള്ളത്.